എന്തായിരിക്കും ചിരാഗിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ബീഹാർ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങിയ ബീഹാറിൽ രാംവിലാസ് പസ്വാന്റെ LJP രണ്ടും കൽപ്പിച്ചാണ്. ലോക് ജൻശക്തി പാർട്ടിയുടെ ദേശീയ മുഖമായ കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ എന്ന 42-കാരൻ നിയമസഭയിലേക്ക് മത്സരിക്കും. കേന്ദ്ര ഭക്ഷ്യ വ്യവസായ വകുപ്പ് മന്ത്രി സംസ്ഥാന മന്ത്രി പദത്തിനായി മാത്രം മത്സരിക്കുമോ? ഇല്ല. എങ്കിൽ ആർക്കെതിരായ നീക്കം? നിതീഷ് കുമാർ എന്ന ഉരുകിത്തുടങ്ങിയ വൻ മഞ്ഞുമലയുടെ ഗതിയെറിഞ്ഞുള്ള BJPN കളമൊരുക്കൽ. നിതീഷിന് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു. പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു, വിചിത്രമായി പെരുമാറുന്നു. പ്രതിപക്ഷ വാക്കുകളാണിത്. ചിരാഗിനെ സഭയിലേക്ക് മത്സരിപ്പിക്കാൻ BJPക്കുള്ള താൽപ്പര്യം അത്ര യാദൃശ്ചികമല്ല. ബീഹാർ രാഷ്ട്രീയത്തിൻ്റെ മുഖച്ഛായ മാറ്റാനുള്ള നീക്കം. RJD രാഷ്ട്രീയത്തിന് തേജസ്വി യാദവിൻ്റെ മുഖമാണിപ്പോൾ. ലാലു റിട്ടയർ ചെയ്ത് വീട്ടിലിരിപ്പാണ്. നിതീഷിനും വിശ്രമിക്കാൻ സമയമായി എന്നുകൂടി ഇതിനർത്ഥമുണ്ട്. പക്ഷേ ബീഹാർ NDAയിൽ ശാക്തിക ബാഹുല്യമുണ്ട്. 243 അംഗ സീറ്റിൽ BJP JDU കക്ഷികൾ 100-ലധികം സീറ്റ് വീതിച്ചെടുക്കും. ജിതൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കും ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും സീറ്റ് വേണം. പലവട്ടം പിരിയുകയും ലയിക്കുകയും ശീലിച്ച കുശ്വാഹ OBC മുസ്ലിം വോട്ട് സമാഹരിക്കാമെന്ന 2020 വോട്ട് ഷെയർ കോൺഫിഡൻസിലാണ്. കുർമി കോരി കുശ്വാഹ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ബീഹാറിൽ NDAക്കെന്നല്ല ഒരു പക്ഷത്തിനും ഇത് അവഗണിക്കാനാവില്ല. രാഷ്ട്രീയ ലോക് ജൻശക്തി പാർട്ടി നേതാവ് പശുപതി കുമാർ പരസ് സഖ്യം വിട്ടത് അടുത്തിടെയാണ്. മുന്നണിക്കുള്ളിൽ നിന്ന് മത്സരിച്ചാൽ ചിരാഗ് പസ്വാന് 30 സീറ്റെങ്കിലും NDA നൽകണം. ജനറൽ സീറ്റിൽ ഇത്തവണ ചിരാഗ് മത്സരിച്ചേക്കും. സ്വന്തമായുള്ള 6% മുകളിൽ വോട്ട് നേടൽ മുഖ്യ ലക്ഷ്യം. ലാലു കുടുംബത്തിന്റെ 15 വർഷത്തെ വാഴ്ചയ്ക്ക് അറുതി വരുത്തിയത് 2005 രാംവിലാസ് പസ്വാൻ നടത്തിയ നീക്കമാണ്. UPAയുടെ ഭാഗമായിരുന്ന പസ്വാൻ പാർട്ടി ജയിച്ചപ്പോൾ ലാലുവിനെ തള്ളിപ്പറഞ്ഞു. കമ്മ്യൂണൽ BJP വേണ്ട, കാസ്റ്റിസ്റ്റ് RJDയും എന്ന നിലപാടെടുത്തു. ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നാലും ലാലുവിനെ പിന്തുണയ്ക്കില്ല, പസ്വാൻ പറഞ്ഞു. RJDക്ക് 75, LJPക്ക് 29, കോൺഗ്രസിന് 10 സീറ്റുകൾ. ഒരുമിച്ചിരുന്നേൽ വരുമായിരുന്ന സർക്കാർ അങ്ങനെ പസ്വാനിലൂടെ ഇല്ലാതായി. പസ്വാന്റെ പിന്തുണയോടെ BJP പിന്നീട് കയറി വന്നു. നിതീഷ് മുഖ്യമന്ത്രി. പിന്നിങ്ങോട്ട് ബീഹാർ രാഷ്ട്രീയം കൂടുതൽ അസ്ഥിരമായി. ഇത്തവണ ഏതായാലും ചിരാഗ് പിടിമുറക്കും. വൈശാഖിയിലെ ഹാജിപൂർ MP ചിരാഗ് പസ്വാനെ ഹനുമാൻ എന്ന് മോദി വിശേഷിപ്പിക്കുന്നു. മരുത്വ മലയുമായി വരാൻ സാധിക്കുന്നവൻ. 5 MPമാരുള്ള LJPക്ക് ഓരോ ലോക്സഭാ സീറ്റിലെയും 5-6 നിയമസഭാ മണ്ഡലങ്ങളുടെ സ്വാധീനം വഴി 30 സീറ്റിലെങ്കിലും ക്രൂഷ്യൽ ഫോഴ്സ് ആകാനാകും. 25 സീറ്റാണ് BJPയുടെ ഓഫർ. കിങ് മേക്കർ കളിക്കാൻ ഇത് ധാരാളം മതി. മോദി ചിരാഗിനെ ഉയർത്തി കാണിക്കുന്നത് നിതീഷിന് ആശങ്കയുണ്ടാക്കുന്നു. മുസഫർപൂരിൽ 9-കാരി ദലിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായതിനെതിരെ ബീഹാർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലുണ്ട് നിതീഷ് സർക്കാരിനെതിരായ ചിരാഗിന്റെ വിമർശനം. 2020 ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDAയെ വോട്ട് ഷെയറിലൂടെ സഹായിച്ച LJP നേതാവിന് കേന്ദ്രമന്ത്രിപദം നൽകിയ മോദിയുടെ താൽപ്പര്യം ഒന്നും കാണാതെയല്ലെന്ന് ചുരുക്കം. 32 സീറ്റിൽ JDUവിനേക്കാൾ വോട്ട് തന്റെ പാർട്ടിക്കുണ്ടെന്ന് ശതമാന കണക്ക് വെച്ച് ചിരാഗ് ഉന്നയിക്കും. 115 സീറ്റിൽ മത്സരിച്ച JDU 43 സീറ്റിൽ മാത്രം വിജയിച്ചപ്പോൾ 110 സീറ്റിൽ മത്സരിച്ച BJPക്ക് 74 സീറ്റ് നേടാനായി. ചിരാഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടാൽ നിതീഷിൽ നിന്നെടുത്ത് നൽകാനേ BJP ശ്രമിക്കൂ. 2025 തിരഞ്ഞെടുപ്പിൽ JDU 43-ലേക്ക് ഒതുങ്ങുകയും ചിരാഗ് 20-ന് മുകളിൽ സീറ്റ് നേടുകയും BJP 2020 സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തുകയും ചെയ്താൽ കിങ് മേക്കർ ചിരാഗ് പസ്വാൻ തന്നെയാകും. 2005 പിതാവ് രാംവിലാസ് പസ്വാൻ കിങ് മേക്കർ ആയതുപോലെ. പക്ഷെ നിതീഷ് ഇനം വേറെയാണ്. മുന്നണി മാറ്റക്കളിയിൽ PhD ഉള്ളയാൾ. ലാലു ക്യാമ്പിലേക്ക് മടങ്ങാൻ മടി കാണില്ല. 2010 മുതൽ 24 വരെ 4 തവണ ഇരു ക്യാമ്പുകളിലുമായി ചാടി അധികാരം നിലനിർത്തിയ ആളാണ് നിതീഷ് കുമാർ. ഈ കളി തുടർന്നാൽ പഴുതടക്കാൻ ഒരാളെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വളർത്തിയെടുക്കുകയാണ് ചിരാഗ് പസ്വാനിലൂടെ BJP.
ചിരാഗ് ദ ഫ്യൂച്ചർ CM എന്ന പോസ്റ്ററുകളും ബോർഡുകളും പട്നയിലടക്കം ഉയർന്നു കഴിഞ്ഞു. ഈ പോക്ക് നിതീഷും ഉറ്റുനോക്കുന്നു. ഇനി ഈ സാധ്യതകളെല്ലാം തിരിച്ചിട്ടാൽ ബാർഗെയിനിങ് ഒന്നും നടന്നില്ലെങ്കിൽ ചിരാഗിനും തേജസ്വി ക്യാമ്പ് അപ്രാപ്യമൊന്നുമല്ല. പസ്വാന്റെ മകനാണ്. ഇത് രാഷ്ട്രീയമാണ്, പ്രത്യേകിച്ച് ബീഹാർ രാഷ്ട്രീയം.